എന്ത് പറ്റിയടി? എന്തുമാരല്ലേ രാവിലെ തന്നെ വന്ന് സീറ്റെല്ലാം അവളുടെ പരിധിയിലാക്കി വെച്ചിട്ടുണ്ടടി. എന്ത്? സീറ്റെല്ലാം അവരുടെ പരിധിയിലോ? അതേടി, ഫസ്റ്റ് ബെഞ്ചിൽ എപ്പോഴും നമ്മളല്ലേ ഇരിക്കാറ്. ഇപ്പത് ആ ചിന്നു അവിടെ കയറി ഇരിക്കുവാ. അവൾ എണീക്കുന്നേ ഇല്ല. എന്ത്? ചിന്നുവോ? ചിന്നുവിനെങ്ങനെ അവിടെ കയറിയിരിക്കാൻ ധൈര്യം വന്ന്? നീ പറഞ്ഞില്ലേ അത് നമ്മുടെ സീറ്റാണെന്ന്? അവർക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും അറിയില്ലേ ഫസ്റ്റ് ബെഞ്ച് നമ്മുടേതാണെന്ന്. പക്ഷെ എങ്കിലും ഞാൻ കുറെ നേരം അവരോട് പറഞ്ഞു ഇത് ഞങ്ങളുടെ ബെഞ്ചാണ്, എണീറ്റ് തരാൻ. അപ്പൊ അവര് പറയാ നിങ്ങളുടെ പേരൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന്. അവൾമാർക്ക് ഇത്തിരി അഹങ്കാരം കുറെ കൂടിയിട്ടുണ്ട്. ഓഹോ, അത്ര കായോ? അവളുടെ അഹങ്കാരം തീർത്തിട്ടേ ബാക്കി കഴിയുള്ളൂ. ഡേ, അവൾമാരോട് പൊട്ടുമ്പോ സൂക്ഷിക്കണേ. അവൾമാരിപ്പോ പഴയ സ്വഭാവത്തിലല്ല. ഇപ്പൊ എന്തോ പഴയതിനേക്കാൾ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. അവൾമാർ എത്ര സ്ട്രോങ് ആയാലും കാര്യമില്ല, എന്റെ മുമ്പിൽ അവർ പൂച്ചക്കുട്ടി തന്നെയാണ്. ഹാ, ഞാൻ ഇരിക്കുന്ന ഫസ്റ്റ് ബെഞ്ചില് അവൾക്ക് ഇരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇനി അവൾക്ക് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. നീ വാടി, നമുക്ക് ക്ലാസ്സിലേക്കൊന്ന് പോയി നോക്കാം. എടി, അവര് നല്ല സ്ട്രോങ്ങാ. ഇത് വേണോ? നമുക്ക് സെക്കൻഡ് ബെഞ്ചിൽ ഇരുന്നാ പോരെ? ഞാനാണെങ്കിൽ അവരോട് കുറെ വീമ്പളക്കിട്ടാ പോകുന്നത്. എന്നാലും സാരല്ല, നമുക്ക് സെക്കൻഡ് ബെഞ്ചിൽ ഇരിക്കടി. നീ ഒന്ന് പോടി പേടിത്തൂറി. നിന്നെ പോലെ പേടിക്കാൻ എന്നെ കിട്ടില്ല. നീ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ. അല്ല, നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. പിന്നെന്താ, നീ വാ. ഓ മൈ ഗോഡ്, അയ്യോ, ഇത് ഞങ്ങളുടെ സീറ്റല്ലേ? ഞങ്ങളുടെ സീറ്റിൽ നിന്ന് എണീക്കടി. എന്ത്? നിങ്ങളുടെ സീറ്റോ? നിങ്ങളുടെ സീറ്റെന്ന് പേരൊന്നും എഴുതിച്ചിട്ടില്ലല്ലോ. അതെ അതെ, ഇവിടെ പേരൊന്നും കണ്ടില്ല. അപ്പൊ ഞങ്ങൾ കയറിയിരുന്നു. എടി, നിങ്ങൾക്കറിയില്ലേ ഞങ്ങളാണ് ഇന്ന് ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാറെന്ന്? പിന്നെ ഒരു പേരിന്റെ ആവശ്യമൊക്കെ? അതെ, പേരിന്റെ ആവശ്യമുണ്ട്. ഈ ക്ലാസ് നിങ്ങളുടെ കുത്തകന്നല്ലോ. അതെ അതെ, നേരത്തെ വരണമായിരുന്നു. എന്നാ നേരത്തെ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരിക്കായിരുന്നല്ലോ. അതെ, ഞങ്ങൾ നേരത്തെ വന്നു. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ബെഞ്ച് കണ്ടു, ആരും ഇരിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കയറിയിരുന്നു. പിന്നെ ഫസ്റ്റ് ബെഞ്ചിനോട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ, ഇത് ആരെങ്കിലും പേര് എഴുതിച്ച ബെഞ്ചാണോന്നൊക്കെ. അപ്പൊ അവര് പറഞ്ഞു പ്രത്യേകിച്ച് ആരും പേരൊന്നും എഴുതിച്ചിട്ടില്ലാന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കയറിയിരുന്നതാ. ഓ, നിർത്തടി നിന്റെ ഒരു തമാശ. ഇവിടെ ആനക്കാര്യം പറയുമ്പോ അവളുടെ ഒരു ചേനക്കാര്യം. അവൾ പറഞ്ഞത് സത്യല്ലേ? ഈ ബെഞ്ച് നിങ്ങളുടെ മാത്രം പ്രോപ്പർട്ടി ഒന്നല്ലല്ലോ. അതെ അതെ, മാത്രല്ല ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ തന്നെയല്ലേ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്നിട്ടുള്ളത്. ഞങ്ങൾ നിർത്താറില്ലല്ലോ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങളൊന്നിരിക്കട്ടെ. ഓ ഷിറ്റ്, ഞാനാണ് ഈ സ്കൂൾ ആദ്യം വന്നത്. മാത്രല്ല എന്റെ ബാഗ് ഈ സീറ്റിൽ വെച്ച് ഞാൻ പോയതാ. ഓ, അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ബാഗും ഇല്ല, കൊടച്ചക്രവും ഇല്ല. ഷോ, അപ്പൊ എന്റെ ബാഗ് എവിടെ? എന്റെ ബാഗ് ഞാൻ ഈ സീറ്റിൽ വെച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. നിന്റെ ബാഗ് ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നത് എന്തിനാ? ദേ അലീന, ദേ നോക്കിയടി, നിന്റെ ബാഗ് ആ മൂലക്ക് കൊണ്ടിട്ടിരിക്കുന്നു. ഓ മൈ ഗോഡ്, എന്റെ ബാഗ് ആരാ മൂലക്ക് ചപ്പറി കൊണ്ടിട്ടിരിക്കുന്നേ? ആർക്കറിയാം, ഞങ്ങളൊന്നല്ല. അതെ അതെ, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമല്ല. ഞങ്ങൾ വന്നപ്പോ ഈ ബെഞ്ചിൽ ഒരു ബാഗും കണ്ടില്ല. കള്ളായിരിക്കും നിങ്ങൾ പറയുന്നത്. നിങ്ങൾ തന്നെ ആയിരിക്കും മനഃപൂർവ്വം ആ ബാഗ് അങ്ങോട്ട് തട്ടിയിട്ടുണ്ടാവുക. എന്നാ ഞങ്ങൾ സീറ്റിൽ ഓസിന് കയറി ഇരിക്കാലോ. നീ വാക്ക് സൂക്ഷിച്ച് സംസാരിച്ചോ. ഞങ്ങളെല്ലാം നിന്നോട് ഒരുപാട് തവണ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നിനക്കെന്താ ഈ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാണെന്ന് ഇത്ര വാശി? എല്ലാ പ്രാവശ്യം ഫസ്റ്റ് ബെഞ്ചിൽ തന്നെയല്ലേ ഇരിക്കാറ്. ഇപ്രാവശ്യം ഒന്ന് സെക്കൻഡ് ബെഞ്ചിൽ ഇരുന്ന് നോക്ക്. അതെ അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങൾ സെക്കൻഡ് ബെഞ്ചിൽ തന്നെ ഇരുന്നത്. അപ്പൊ സെക്കൻഡ് ബെഞ്ചിന്റെ സുഖം നിങ്ങളൊന്ന് അറിഞ്ഞു നോക്ക്. നിങ്ങളുടെയൊക്കെ തലഭാഗം കണ്ടിട്ട് ഞാൻ എങ്ങനെ ബോർഡിലേക്ക് നോക്കൂ? മാത്രല്ല നിന്റെയൊക്കെ ബാക്കിലിരുന്ന് കണ്ട് എനിക്ക് ബോർഡിലേക്ക് കാണുകയേ ചെയ്യില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ അത് സഹിച്ച് തന്നെയാ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നത്. ഇപ്രാവശ്യം നീ ഒന്നിരുന്ന് നോക്ക്. ദാ, നിനക്ക് കൂട്ടി നീ വാലൂല്ലേ, അവളി കൂട്ടിക്കോ. എടീ, നിന്നെ നീ ഒരു ചുക്കും ചെയ്യില്ല. നിന്നോട് പറഞ്ഞ പടി നീ ചെയ്യ്. മര്യാദക്ക് വേണമെങ്കിൽ സെക്കൻഡ് ബെഞ്ചിലിരുന്നോ. കുറച്ചുകൂടി നേരം കഴിഞ്ഞാൽ സെക്കൻഡ് ബെഞ്ചും കാലിയാവും. അപ്പൊ അതും കിട്ടില്ല. അതുകൊണ്ട് മോള് പോയി സെക്കൻഡ് ബെഞ്ചിൽ ഇരിക്കാൻ നോക്ക്. അതെ അതെ, സെക്കൻഡ് ബെഞ്ചിൽ ഇരിക്കാൻ എന്താ സുഖം. എടി എലീന, അവൾമാര് പറഞ്ഞത് ശരിയാ. കുറച്ചു നേരം കഴിഞ്ഞാൽ സെക്കൻഡ് ബെഞ്ച് കിട്ടാതാവും. നമുക്ക് അവിടെ പോയി ഇരുന്നാലോ? നീ ഒന്ന് പോടി പേടിത്തൂറി. നീ എന്നെ ഉപദേശിക്കാൻ വേണ്ട, എനിക്കറിയാം എന്താ ചെയ്യണത്. എടി, നിങ്ങൾക്ക് എണീച്ച് തരുന്നത് നല്ലത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ മിസ്സിനോട് പറഞ്ഞു കൊടുക്കും. ഓ, മിസ് ഞങ്ങളെ മൂക്കി കയറ്റുമല്ലോ. നീ ഒന്ന് പോയി പറഞ്ഞു കൊടുക്കടി. ഓഹോ, നിങ്ങൾക്ക് മിസ്സുമാരെ പേടിയില്ലേ? മിസ്സുമാരെ പേടിയില്ലായിട്ടല്ല, മിസ്സിനോട് ചോദിച്ചിട്ട് അനുവാദം മേടിച്ച് തന്നെ ഇവിടെ ഇരുന്നത്. എന്ത്? മിസ്സിനോട് ചോദിച്ച് അനുവാദം മേടിച്ചെന്നോ? അതെ അതെ, മിസ്സിനോട് ചോദിച്ച് അനുവാദം മേടിച്ച് തന്നെ ഇവിടെ ഇരുന്നത്. മിസ് പറഞ്ഞു എല്ലാ കൊല്ലവും ആ അലീനല്ലേ ഇരിക്കാറ്, ഇപ്രാവശ്യം നിങ്ങൾ ഇരുന്നോന്ന്. മിസ് അങ്ങനെ പറയില്ല, മിസ് അങ്ങനെ പറയില്ല എന്ന്. ഒന്ന് പോടി, മിസ് ഞങ്ങളോട് പറഞ്ഞതല്ലേ. മിസ്സേ, ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മിസ് തന്നെ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അവിടെ പോയി ഇരുന്നോളൂ മക്കളേ എന്ന്. നിനക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ നീ നേരിട്ട് തന്നെ മിസ്സിനോട് വന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാരും സുഖമായിരിക്കുന്നോ?
എന്താ എന്തു പറ്റി? എല്ലാവരുടെ മുഖം ഡള്ളായിരിക്കുന്നല്ലോ. എന്താ കാരണം? മിസ്സേ, ഇവൾമാരോട് എണീക്കാൻ പറ. എന്റെ സീറ്റിൽ ദാ ഇവൾമാർ കയറി ഇരുന്നിരിക്കുന്നു. എന്ത്? നിന്റെ സീറ്റോ? അതെങ്ങനെ നിന്റെ സീറ്റാകും? അവരല്ലേ ആദ്യം വന്നത്, അപ്പൊ അവരിരിക്കട്ടെ. മാത്രല്ല അവരെന്നോട് പെർമിഷൻ ചോദിച്ചിട്ട് അവിടെ ഇരുന്നത്. മിസ്സേ, മിസ്സിന് അറിയണതല്ലേ അത് എന്റെ ബെഞ്ചാണെന്ന്. എനിക്ക് അവിടെ ഇരിക്കാതെ ശരിയാവില്ല. ഓ, ഇങ്ങനെയൊക്കെ തന്നെ ശീലാവുന്നു കുട്ടി. എല്ലാവരും എല്ലാ സീറ്റിലും ഇരിക്കണം. ഫസ്റ്റ് ബെഞ്ചിൽ മാത്രമേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. എനിക്കെന്റെ എല്ലാ സ്റ്റുഡൻസും ഒരുപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഇപ്പൊ പോയി തൽക്കാലം ബാക്കിലിരിക്ക്. മിസ്സേ, അതെങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന്. ഇവരാദ്യം വന്നു, അവരവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇരുന്നോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരവിടെ ഇരുന്നത്. മാത്രല്ല ഒരാൾക്ക് ഇന്ന ബെഞ്ചേ പറ്റുള്ളൂ എന്നൊന്നും ഒരു സിസ്റ്റത്തിലും പറഞ്ഞിട്ടില്ല, എവിടെയും എഴുതി വെച്ചിട്ടുമില്ല. അതുകൊണ്ട് മോളുടെ ഈ പിടിവാശി നന്നല്ല കേട്ടോ. ഈ പിടിവാശി മാറ്റണം. ഏതായാലും മോളുടെ മമ്മിക്ക് ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. മിസ്സേ, പോയി സീറ്റിലിരിക്ക്. മര്യാദയുടെ ഭാഷയിൽ ഞാൻ ആദ്യം പറഞ്ഞു. ഇനി അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വടിയെടുക്കുവേ. അലീന, മിസ് വടിയെടുക്കാൻ പോവാടി. വാടി, നമുക്ക് ബാക്ക് സീറ്റ് പോയിരിക്കാം. മിസ് പറഞ്ഞത് എനിക്ക് ഇഷ്ടായി. എനിക്കും. എടി, നിങ്ങൾ മനസ്സിൽ കരുതച്ചോ, ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും. ഒന്ന് പോടി, ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാതെ. പോയി സീറ്റിലിരിക്കടി, ബാക്ക് ബെഞ്ചില് പോയിരിക്കടി. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. വരട്ടെ, സമയാവട്ടെ. അപ്പൊ എന്റെ സ്റ്റുഡൻസ്, എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എല്ലാവരും നല്ല അനുസരണശീലമുള്ള കുട്ടികളായിരിക്കണം. ഇങ്ങനെ നിസ്സാര കാരണത്തിന് വാശി പിടിക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് തന്നെയാണ് ആപത്ത്. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓ മിസ്സേ, മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെറിയ കാര്യത്തിനൊന്നും വാശി പിടിക്കാറില്ല. ഇവിടെ ചിലവൽക്കാണ് വാശി. അതെ, ചിലവർക്ക് ഇവിടെ കുറുമ്പ് വാശിയൊക്കെ കുറച്ച് കൂടുതലാ. ആർക്കാടി വാശി? നിനക്ക് തന്നെ വാശി. നിന്നെ തന്നെ പറഞ്ഞേ. ഓ, നിർത്ത്. ഞാൻ നിങ്ങളോട് വാശി പിടിക്കരുതെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കൂടുതൽ വാശി പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളെ, നമ്മുടെ പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. ഇവിടെ നിങ്ങൾ വാശിയും കുറുമ്പൊന്നും പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഈ ലൈഫാണ് ഏറ്റവും നല്ല ലൈഫ്, സ്കൂൾ ലൈഫ്. അത് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെ വാശി പിടിച്ചിട്ടൊന്നും ആരും ജീവിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികൾ. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇത് തുടക്കമായതുകൊണ്ട് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും നിങ്ങളെ വെക്കേഷന്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ മതി. അത് ദയവിട്ട് പറയൂ. മിസ്സേ, ഞങ്ങള് വെക്കേഷൻ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ ടൂറൊക്കെ പോയി എൻജോയ് ചെയ്ത് അടിപൊളിയായി. ഞങ്ങളൊരു ഫാമിലി ട്രിപ്പാ പോയത്. അവിടെ നീന്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളത്തിലൂടെ ഒരുപാട് നീന്തി. മാത്രല്ല 2 ദിവസം അവിടെ തങ്ങിയിട്ടാ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഓ, വെരി ഗുഡ്. എവിടെ സ്ഥലം? എവിടേക്കാ പോയത്? മിസ്സേ, കൊടൈക്കനാലൊക്കെ ഞങ്ങൾ പോയത്. ഓ വാവ്, നൈസ്. ആട്ടെ, ഇനി ചിന്നു പറയൂ. മിസ്സേ, ഞങ്ങളെ മാമന്റെ വീട്ടിലേക്കാ പോയത്. ഒരുപാട് ദിവസം അവിടെ നിന്നു. അവിടെ മരത്തിൽ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആടി. മാത്രല്ല അവിടെ ഒരു കുളമുണ്ട്. അവിടെ കുളിച്ച് നീന്തി ഒരുപാട് കളിച്ചു. ഞങ്ങളെ കുടുംബത്തിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാവരും പോന്നിരുന്നു. വാവ്, സൂപ്പർ. എങ്ങനെ വേണം കുടുംബമായാൽ? എല്ലാവരും ചേർന്ന് എൻജോയ് ചെയ്യാൻ നല്ല രസമായിരിക്കും അല്ലേ? അതെ മിസ്സേ, നല്ല രസമായിരുന്നു. ഇനി കുഞ്ഞാമിനെ പറയൂ. മിസ്സേ, ഞങ്ങളും ദൈവട്ടൊക്കെ ഒരുമിച്ചായിരുന്നു ട്രിപ്പ് പോയിരുന്നത്. ആണോ? വെരി ഗുഡ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ പുറത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലേ? നല്ല കുട്ടികളായ ഇങ്ങനെ വേണം. ഇനി ലാസ്റ്റ് അലീന പറയൂ, നിങ്ങൾ എവിടേക്കാ പോയിരുന്നത്? എടീ, തുടങ്ങി പൊങ്ങച്ച പറച്ചിലിഞ്ഞ് കേട്ട് തുടങ്ങാം. ആടി കേട്ട് ചിരിക്കാം. അത് മിസ്സേ, ഞങ്ങൾ ഇവിടെയുള്ള നാട്ടിലുള്ള സ്ഥലങ്ങളിലേക്കൊന്നല്ല പോയത്. ഞങ്ങൾ കുറച്ച് റിച്ച് സ്ഥലങ്ങളിലേക്കാണ് പോയത്. റിച്ച് സ്ഥലോ? അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? അതെ മിസ്സേ, ഞങ്ങളവിടെ സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കാ പോയത്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല രസമായിരിക്കും. ഇവിടെ നാട്ടിലത്തെ പോലെ നല്ലല്ലോ. അതെന്താ? അല്ല, നാട്ടിലുള്ള സ്ഥലങ്ങൾ പോലെ ചീപ്പ് സ്ഥലങ്ങളൊന്നല്ല സ്വിറ്റ്സർലാൻഡിലും അമേരിക്കയിലൊക്കെ ഉള്ളത്. അവിടെയൊക്കെ നല്ല വില കൂടിയ സാധനങ്ങളും വില കൂടിയ പാർക്കൊക്കെയാണ്. ഞങ്ങളവിടെ നല്ല രസത്തിൽ നല്ല രീതിയിലാണ് കളിച്ച് അടിച്ചു പൊളിച്ചത്. എന്ത്? നാട്ടിലുള്ള സ്ഥലങ്ങൾ ചീപ്പ് സ്ഥലമാണെന്നോ? ഒരിക്കലുമല്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവാനേ പാടില്ല. നമ്മുടെ നാടിന്റെ ഭംഗി നമ്മൾ അറിയായിട്ടാ. നമ്മുടെ കേരളത്തിനേക്കാൾ ഭംഗിയുള്ള സ്ഥലം വേറെ എവിടെയും കാണാനില്ല. വിദേശികൾ പോലും നമ്മൾ കേരളത്തിലോട്ടാ വരുന്നത്. ചമ്മിനാറി. നമ്മുടെ നാടിന്റെ ആ ഗ്രാമഭംഗി ആസ്വദിക്കാൻ ഒരുപാട് പേരിങ്ങോട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ നാടിനെ ചീപ്പ് നാടെന്ന് പറയാൻ പാടില്ല. ഓക്കെ മിസ്. അവൾക്ക് കണക്കിന് കിട്ടി. അല്ല പിന്നെ ഒന്ന് പൊങ്ങച്ചേടാൻ നോക്കിയതല്ലേ, ചമ്മിപ്പോയി. ഇവൾമാരുടെ ഇടയിലൊന്ന് മെയിനാൻ വേണ്ടി നോക്കിയതാ. അതും ഈ മിസ് വന്ന് കൊളാക്കി. ഇന്നത്തെ ദിവസം ആരെയാന്നാവോ ഞാൻ കണിയേണ്ടത്? നിന്നെയല്ലേ ഞാൻ കണിയണ്ടേ? എന്നെയൊന്നല്ല. ഞാൻ വരുന്നതിന് മുമ്പ് നീ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും.
ഓ ഇവളുടെ ഒരു കാര്യം രണ്ടും കണക്കാ. അപ്പൊ കുട്ടികളെ, നിങ്ങൾ എല്ലാവരുടെയും വെക്കേഷൻ കാര്യങ്ങൾ ഞാൻ കേട്ടു. അപ്പൊ എല്ലാവരും വെക്കേഷൻ അടിപൊളിയായിരുന്നല്ലേ? അപ്പൊ ഇന്നത്തെ പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ക്ലാസ് തുടങ്ങാവുന്നതാണ്. അപ്പൊ നാളെ മുതൽ എല്ലാവരും ബുക്സ് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ മിസ്. അപ്പൊ ഞാൻ പോവാണേ, നാളെ കാണാം. ഹേ അല്ലടി അലീന, നീ ചമ്മിന് അറിയില്ലേ? വെറുതെ അവള് പൊങ്ങച്ചം പറയാൻ നോക്കിയതാ. മിസ്സിന്റെ കയ്യിൽ ഒത്തില്ല. ഒന്ന് പൊടി, നീ കുറെ നേരമായി തുടങ്ങിയിട്ട്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ. നിന്നെ ദേഷ്യം പിടിപ്പിക്കുമ്പോ നിന്റെ ചുണ്ടും മൂക്കും കാണാൻ എനിക്ക് നല്ല ഭംഗിയാടി. അതുകൊണ്ടാ നിന്നെ ഞാൻ ദേഷ്യം പിടിപ്പിക്കുന്നേ. അതെ അതെ, ദേഷ്യപ്പെടുമ്പോ അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. എടി മോളെ, നിന്റെ പഴയ വേലത്തരങ്ങളൊന്നും ഞങ്ങളോട് എടുക്കാൻ നിൽക്കണ്ട. ഞങ്ങളിപ്പോ നല്ല സ്ട്രോങ് ആ. അതോർത്താ നിനക്ക് നന്ന്. അതെ അതെ, എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. കഴിഞ്ഞ വർഷം നീ ഒരുപാടിട്ട് പണിതല്ലേ ഞങ്ങൾക്ക്. ഇപ്രാവശ്യം അതിനും കൂടി ചേർത്തിട്ട് ഞങ്ങൾ നിനക്ക് നല്ലോണം തരുന്നുണ്ട്. നീ നല്ല എൻജോയ് ചെയ്തട്ടാ. ഓ ഒന്ന് പോടി, ഇവൾമാരുടെ ഇടയിൽ എനിക്ക് നിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇവിടുന്ന് എവിടേക്കെങ്കിലും പോവാ. ഇപ്പൊ ഇന്റർവെൽ അല്ലേ, നീ ചാടി പോയിക്കോടി. ഓ ഷിറ്റ്. ആ ഷിറ്റിന്റെ ഒക്കെ ചൊർക്ക് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. നീ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നോ? ഓക്കെ ഞാൻ കൂട്ടി വെച്ചോളാം.